അമേരിക്കയിൽ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചൈനയെ പിന്തള്ളി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 3,33,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിൽ പ്രധാനമായും എത്തിയിരുന്നത്. മുൻ വർഷത്തേക്ക് 23% വർധനവ് ഇതിലൂടെ ഉണ്ടായി. 15 വർഷത്തോളമായി ചൈന നിലനിർത്തിയിരുന്ന അവരുടെ ഒന്നാം സ്ഥാനമാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. 2,77,398 ചൈനക്കാരായിരുന്നു കഴിഞ്ഞ വർഷം പഠിക്കാനായി അമേരിക്കയിലേക്ക് പോയിരുന്നത്. 43,149 കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ച ദക്ഷിണ കൊറിയയ്ക്ക് മൂന്നാം സ്ഥാനമാണ് നിലനിൽക്കുന്നത്. ആകെ 11,26,690 വിദേശീയരാണ് കഴിഞ്ഞ വർഷം മാത്രമായി വിദ്യാർത്ഥി വിസയിൽ അമേരിക്കയിൽ എത്തിയതെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യ നിലനിർത്തിയത് പ്രധാനമായും ഏറ്റവും കൂടുതൽ അന്തർദേശീയ മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യമെന്ന സ്ഥാനമാണ്. 1,97,000 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് ചേർന്നത്. ഇത് പ്രധാനമായും കഴിഞ്ഞ വർഷത്തേക്കാൾ 19% വർധനവ് ഉണ്ടാക്കിയിരുന്നു. ഏറ്റവും അധികം നൈപുണ്യ വികസിത ജോലിക്കാരെ പ്രദാനം ചെയ്യുന്ന സ്രോതസ് എന്ന നിലയിലുള്ള ഇന്ത്യയുടെ പങ്ക് വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ OPT പ്രോഗ്രാമുകളിലൂടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 41% ഉയർന്ന് 97,556 മാറിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം 13% വർദ്ധിച്ച് 36,000 മേലെ എത്തുകയും ചെയ്തിരുന്നു. ഉന്നത അക്കാദമിക തൊഴിൽ അവസരങ്ങളിലുള്ള ശക്തമായ താല്പര്യം വഴിയാണ് ഇവ പ്രധാനമായും വന്നു ചേർന്നത്. ഈ വർധനവുകൾ US ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ നടത്തിയ മുന്നേറ്റത്തെയാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വിദേശ പഠനത്തിന് ഇന്ത്യ തിരഞ്ഞെടുക്കുന്ന അമേരിക്കൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ പഠിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണം വർഷം കൊണ്ട് 300-ൽ നിന്ന് 1,300-ലേക്കാണ് പ്രധാനമായും ഉയർന്നത്. 2023-ൽ US-ലെ ഉന്നത വിദ്യാഭ്യാസ ജനസംഖ്യയുടെ 6% അന്തർദേശീയ വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിരുന്നത്. $50 ബില്യൺ അവരുടെ സാമ്പത്തിക സംഭാവന അവരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതുമാണ്. 2023-ൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ US സമ്പദ് വ്യവസ്ഥയിലേക്ക് $11.8 ബില്യൺ സംഭാവന നൽകുകയും ചെയ്തിരുന്നു. എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നും നേടിയ $50 ബില്യൺ 20%-ഓളമാണ് വരുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ സ്കോട്ട് വെയിൻഹോർട്ട് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിന്റെ പരിവർത്തന സാധ്യതകളെ പ്രധാനമായും വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് US-ഉം അന്തർദേശീയ വിദ്യാർത്ഥികളും തമ്മിൽ രൂപപ്പെടുന്ന ബന്ധങ്ങൾ ഭാവിയിലെ ബിസിനസ്, വ്യാപാരം, ശാസ്ത്രം, ഇന്നോവേഷൻ, സർക്കാർ ബന്ധങ്ങൾ എന്നിവയുടെ അടിസ്ഥാനമാണ് പ്രധാനമായും.